BMC ഗ്ലോബൽ ലൈഫ് കൊച്ചിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ 18-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ ശ്രീമതി ഡെൻസി ടോണിയാണ്. ഡെൻസി ടോണി, സ്വാഗതം. ഡെൻസി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോണു. ഇലക്ഷൻ തിരക്കിലാണ്. ഡെൻസി ആദ്യമായിട്ടാണ് മത്സര രംഗത്തേക്ക് വരുന്നതെന്ന് തോന്നുന്നു, അല്ലേ? എങ്ങനെയാണ് മത്സര രംഗത്തേക്ക് വരാനുണ്ടായ കാരണം, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടി കണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സാറിൻ്റെ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാരണം. പിന്നെ ചെങ്ങമനാട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായും 5 ടേം മെമ്പറായും പ്രവർത്തിച്ച അപ്പൂപ്പൻ്റെ പ്രവർത്തന ശൈലി കണ്ടും ചെങ്ങമനാട് പഞ്ചായത്തിൽ സൊസൈറ്റിയുടെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് അപ്പച്ചൻ. അപ്പച്ചൻ്റെ പ്രവർത്തനവും അപ്പൂപ്പൻ്റെ പ്രവർത്തനവും കണ്ടു വളർന്ന് ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വരാൻ കൂടുതൽ പ്രചോദനം നൽകി. ഈ 18-ാം വാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ, അതായത് UDFൻ്റെ ഒരു സിറ്റിംഗ് വാർഡാണോ? ആയിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കയ്യിൽ നിന്ന് പോയി. ഈ വർഷം അത് തിരിച്ചു പിടിക്കും എന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഈ തിരിച്ച് ഇപ്പോൾ വൺസ് ഡെൻസിക്ക് ഈ കോൺഗ്രസിന് ഈ വാർഡിനെ തിരിച്ചു പിടിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള എന്ത് കാര്യങ്ങളാണ് ഡെൻസിയുടെ സ്വപ്ന പദ്ധതികൾ? സ്വപ്ന പദ്ധതിയിൽ എന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു സ്ത്രീയാണ്. സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹം ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി സ്വയം തൊഴിൽ പദ്ധതികൾ, മട്ടുപ്ലാവ് കൃഷി, ഒരു തയ്യൽ കേന്ദ്രം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ യുവജനങ്ങൾ മൊബൈലിനും മയക്കുമരുന്നും അഡിക്റ്റായി അതിൻ്റെ പിന്നാലെ പോവുക. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു പ്ലേ ഗ്രൗണ്ട്, ഒരു കളിസ്ഥലം രൂപീകരിക്കുക, അതെൻ്റെ ഒരു സ്വപ്നമാണ്. 18-ാം വാർഡിൽ ഒരു കളിസ്ഥലമാണ് ഡെൻസിയുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് 18-ാം വാർഡിലെ ആളുകൾക്ക് ഒരു കളിസ്ഥലം ഞങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ? സാധിക്കും. പിന്നെ പ്രായമായ അമ്മച്ചിമാർക്ക് ഒരു അവരുടെ ഉല്ലാസത്തിനൊക്കെ ഒരു വയോജന കേന്ദ്രം, അല്ലെ പകൽ വീട്, അങ്ങനെയുള്ള ഒരു പദ്ധതിയും എൻ്റെ മനസ്സിലുണ്ട്. പകൽ വീട് നല്ലൊരു ആശയമാണ്. ഇപ്പോഴത്തെ പ്രത്യേകിച്ചും കുട്ടികളും ആരും നാട്ടിലില്ലാത്ത, അതായത് പഠനകാര്യങ്ങൾക്കും ജോലികരമായിട്ട് പോയിട്ട് ഒത്തിരി പ്രായമായവർ നമ്മുടെ വീടുകളിലുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു ആശയം കൂടിയാണ്. ഈ രാഷ്ട്രീയത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഡെൻസി അവിടെ പല പദ്ധതികളിലും, കുടിവെള്ള പദ്ധതിയോ അങ്ങനെ പല പദ്ധതികളിലും ഡെൻസി പ്രവർത്തിച്ചതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്താണ് ആ ഒരു എന്ത് പ്രവർത്തനങ്ങളൊക്കെയാണ് ഡെൻസി ഇതിനു മുമ്പ് പ്രവർത്തിച്ചത് ഒന്ന് വിശദീകരിക്കാവോ? ഞാൻ അവിടെ നടപ്പാക്കിയത് കോലീശോടത്തുള്ള ജനങ്ങൾക്ക് എയർപോർട്ടിൽ എത്തണമെങ്കിൽ 2-3 മണിക്കൂർ ചുറ്റി വളഞ്ഞിട്ട് വേണം എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്താൻ. അപ്പോൾ അവരുടെ ഇത് മനസ്സിലാക്കി ഞാൻ ഒരു റോഡ് അവിടെ രൂപീകരിച്ചു. ഇപ്പോൾ ഒരു 400 മീറ്റർ ഇതായി അവർക്ക് എളുപ്പത്തിൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്താൻ സാധിക്കും. പിന്നെ ജനങ്ങളുടെ ജലസ്രോതസ്സായ പാണാട്ടുകുളം സൈഡ് കെട്ടി ക്ലീൻ ചെയ്യുന്നതിന് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുകയും അതിന് ഫണ്ട് അനുവദിക്കുകയും അത് ഉടനെ നടപ്പാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ കപ്പോള സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കൂരിരുട്ടാണ്. അവിടെ ഒരു മിനി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് MLAക്ക് നിവേദനം നൽകുകയും അത് സാങ്ഷനാകുകയും ചെയ്തിട്ടുണ്ട്. അത് ഉടനെ നടപ്പാക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസിൻ്റെ ഭരണമായിരുന്നു അങ്കമാലി മുനിസിപ്പാലിറ്റി. അത് തുടർന്നുകൊണ്ട് പോകുവാൻ, അതായത് ഭരണം നിലനിർത്തുവാൻ എന്ത് സമഗ്ര പദ്ധതികളാണ് UDF അങ്കമാലി നിയോജക മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് കിട്ടിയ മുനിസിപ്പാലിറ്റിയാണ് അങ്കമാലി മുനിസിപ്പാലിറ്റി. അതുപോലെ ഒത്തിരി വർഷത്തെ ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ക്രിമിറ്റോറിയം. അത് UDFൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കി. അതുപോലെ എൻ്റെ സ്വന്തം വാർഡിൽ G മെമ്മോറിയൽ സ്കൂള്, അതൊരു മികവിൻ്റെ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തു. അവിടെ ഇനിയും MLAയുടെ ഇതിൽ കുട്ടികൾക്കൊരു കളിസ്ഥലം, അതിൻ്റെ അപാകതയുണ്ട്. അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് MLAയോട് കൂടി നിന്ന് സഹകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതായിരിക്കും. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് വരുന്നതാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ. 2026 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ കേരള ഭരണത്തിനെയും ഇപ്പോൾ വരുന്ന ഇലക്ഷനെയും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക്, UDFൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ശ്രീമതി ഡെൻസി ടോണി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് പൊറുതിമുട്ടിയെ ജീവിക്കുന്ന അവരുടെ ഭരണം.
അപ്പോൾ ഇനിയൊരു UDF ഭരണം തിരിച്ചു വരും. 2006 അതുപോലത്തെ ഒരു ഭരണം, അതിലും മികച്ചതായിട്ട് ജനങ്ങൾ UDF-നെ ഇനി തിരഞ്ഞെടുക്കും. UDF ആയിരിക്കും ഇനി അധികാരത്തിൽ വരുന്നത്. ഡെൻസി പറഞ്ഞു വരുന്നത് 2010 പോലെ വീണ്ടും ഒരു ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സർക്കാർ തിരിച്ചു വരും എന്നാണോ ഡെൻസി? തീർച്ചയായിട്ടും തിരിച്ചു വരും. 10 വർഷം കൊണ്ട് ജനങ്ങൾക്ക് പൊറുതി മുട്ടി ജീവിക്കാൻ നിവർത്തിയില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ LDF-ലെ ആൾക്കാർ ഞങ്ങളോട് പറയും, എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കുക, മതി പൊറുതി മുട്ടി, ഇനി അവർ കയറിയ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ലെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു UDF ഭരണമായിരിക്കും അധികാരത്തിൽ വരുന്നത്. ഡെൻസി പറഞ്ഞതനുസരിച്ച് സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഭരണമാണെന്നാണോ ഡെൻസി പറഞ്ഞത്? തീർച്ചയായിട്ടും ഒരു നിവൃത്തിയിലും ജീവിക്കാൻ സാധിക്കാത്ത സാധനങ്ങളുടെയൊക്കെ അങ്ങേയറ്റ വിലക്കയറ്റം, കറണ്ട് ബില്ല്, ഗ്യാസിന്റെ വില, എല്ലാം സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ 18-ാം വാർഡിൽ നിന്ന് ഡെൻസി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡെൻസി സാധാരണക്കാരുടെ മൗലിക അവകാശങ്ങൾ കിട്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഡെൻസി ജയിക്കുന്നത്. നമ്മൾ സാധാരണക്കാർക്ക് എന്താണ് ഡെൻസിക്ക് വിഭാവനം ചെയ്യാനുള്ളത്? ഡെൻസി അവർക്ക് നൽകുന്ന ഡെൻസിയുടെ സ്വപ്നം എന്താണ്? അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ ഏത് ആവശ്യങ്ങളിലും എന്താണോ അത് ചെയ്യും ഞാൻ. ഡെൻസി വളരെ വിശദമായി തന്നെ രാഷ്ട്രീയത്തിനെ കുറിച്ചും ഇപ്പോഴത്തെ ഭരണ പ്രതിഭാസങ്ങളെക്കുറിച്ചെല്ലാം ഡെൻസി സംസാരിച്ചു. ഇനി ഡെൻസിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഡെൻസിക്ക് ആരൊക്കെയുണ്ട് വീട്ടിൽ? ഡെൻസിയെ കുറിച്ചിട്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്ന് സംസാരിക്കാവോ? എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് ടോണി, ഒരു മകനാണുള്ളത്, ജെയ്സ് വിൽസൺ ടോണി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡിസംബർ 9 തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിലും BMC ഗ്ലോബൽ ലൈവിലേക്ക് എത്തിച്ചേരുകയും ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പങ്കിടുകയും ചെയ്ത ഡെൻസിക്ക് BMC ഗ്ലോബൽ ലൈവിൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ BMC ഗ്ലോബൽ ലൈവ് കൊച്ചിയുടെ എല്ലാ വിജയാശംസകളും നേരുന്നു. BMC എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇൻ്റർവ്യൂ നടത്തിയതിനും BMCയോടെ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നന്ദി അറിയിക്കുന്നു.